ഒരു മുട്ട വറുത്തതായാലും അതിലും ഉണ്ടാവും ഉമ്മുമ്മാൻ്റെ ചില നുറുങ്ങു പൊടിക്കൈകൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നിരുന്നത് കോഴിയിറച്ചിയിലാണ്. പുരയിൽ ധാരാളം കോഴികളുണ്ടായിരുന്നതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും യാതൊരുവിധ പഞ്ഞവും ഉണ്ടായിരുന്നില്ല. പൂവനേക്കാൾ ഉപരി പെടക്കോഴികളുടെ ഇറച്ചിക്കാണ് സ്വാദ് കൂടുതൽ. പൂവന് ഇറച്ചിയും നെയ്യും കുറവും പെടയ്ക്ക് ഇറച്ചിയും നെയ്യും കൂടുതലുമായതുകൊണ്ട് പെട തന്നെയായിരുന്നു എന്നും കറിക്കായിട്ടും വറവിനായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഇറച്ചിയിൽ പുരട്ടാനുള്ള കൂട്ടിലേക്ക് വേണ്ടി ഒരു 10-12 വറ്റൽമുളകും ഒരു മുഴുവൻ തക്കാളിയും ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. അതങ്ങ് വെന്ത് കോരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി മല്ലിയിലയും ഇത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല എന്നിവയും നേരത്തെ വേവിച്ചു വെച്ച വറ്റൽമുളകും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരച്ചുകൂട്ട് ഇറച്ചിയിലേക്ക് അങ്ങ് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഇറച്ചി അവിടെ ഇരുന്ന് മസാല പിടിക്കുന്ന നേരം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഒരു ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് ചൂടായി വരുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. 2 വശവും തിരിച്ചും മറിച്ചിട്ട് ചെറു തീയിലങ്ങനെ നല്ലോണം മുരിച്ചെടുക്കാം. വേവിച്ചെടുത്ത വറ്റൽമുളകിൻ്റെയും തക്കാളിയുടെയും മല്ലിയിലയുടെയും ഒക്കെ സ്വാദ് കലർന്ന ഒരു മണം ഈ സമയത്തങ്ങ് വരും.